വിൽ കോൾ യു ബാക്ക്. യാ. സർ, ഞാൻ ആ പാക്കറ്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. കളക്ട് ചെയ്യാനുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു? യെസ് സർ. കാസർഗോഡും തൃശ്ശൂരും വിളിച്ചേൽപ്പിച്ചു. എറണാകുളത്ത് ഡൊമിനിക്കിനെ മാത്രം വിളിച്ചു കിട്ടിയില്ല. റിങ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്ക്. ശരി സർ. സോഫി, ആ ജോണേട്ടൻ വിളിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു 30 CR കൂടെ വരുന്നുണ്ട്. ലാസ്റ്റ് ഡീൽ കഴിഞ്ഞിട്ടിപ്പോ 2 മാസമല്ലായിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി, അത് റിസ്ക് അല്ലേ? സോഫി, വഴി ഞാൻ പറഞ്ഞുതരാം. മാവൂർ റോഡിലെ സുബൈറിന്റെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ആളുകളുടെ കുറച്ച് IDs-ഉം ഫോട്ടോസും സംഘടിപ്പിക്കും. എന്നിട്ട് അവരുടെ പേരിലൊക്കെ ഒരു സാലറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ തുകയായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ എല്ലാത്തിൻ്റെയും ബെനിഫിഷ്യറി നമ്മളിൽ ഒരാൾക്കായിരിക്കും. മനസ്സിലായോ സോഫി? യെസ് സർ. ശശി എവിടാണ്? ഡീല് നടന്നു കഴിയുമ്പോൾ കമ്മീഷൻ വാങ്ങിക്കാൻ മാത്രമേ തന്നെ കിട്ടുള്ളൂ അല്ലേ? അങ്ങനൊന്നുമില്ല എൻ്റെ സതീഷേ. എവിടാ? അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അതെ സതീഷേ, നോർത്തിൽ നിന്ന് വന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഞാൻ. ആഹാ, അപ്പൊ നല്ല കോളാണല്ലോ എനിക്ക്. വേറൊരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്താ? പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം ആയതുകൊണ്ടേ സാധാരണ ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നവരോടെ എന്താണ് ഇൻവെസ്റ്റിഗേഷന്റെ മോട്ടീവ് എന്നൊന്നും പറയാറില്ല. ഇന്ന് രാവിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി നിങ്ങൾ താമസിക്കുന്ന വീടും പരിസരവും ഇല്ലേ, അത് നിരീക്ഷിക്കാനാ. ഓഹോ, അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? സതീശ, കുറച്ചു കാലത്തേക്ക് നമ്മുടെ ബ്ലാക്ക് മണി പരിപാടി ഒന്ന് നിർത്തുന്നതാണ് നല്ലത്. എൻ്റെ ശശി, ഞാൻ ഈ പരിപാടി ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. എൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചാലും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. താനായതുകൊണ്ട് അതൊക്കെ എനിക്കറിയാം. എന്നാലും എല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്തേ. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ ശശി. താനൊരു കാര്യം ചെയ്യും, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പ്ലാനുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. എന്നിട്ട് സമയാസമയം എന്നെ അറിയിക്കും. പിന്നെന്താ, നമുക്കും കൂടെ ഗുണമുള്ള കാര്യമല്ലേ? താൻ എന്നെ അങ്ങനെ ഗുണമുള്ള കാര്യങ്ങൾക്കല്ലേ വിളിക്കാറുള്ളൂ. എന്നാ ശരി ശശി. ഓക്കെ ഓക്കെ. ഞാനാ നാളെ മോർണിംഗ് ഷോ കേട്ടോ, ടിക്കറ്റ് മറക്കണ്ട. തന്നെ പോസ്റ്റ് ആക്കല്ലേ. ബൈ. പ്രിയ, ഒരു മിനിറ്റ്. ബാലു കൈമാറ്റ്, എനിക്ക് പോണം. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട ബാലു. ഇമാതിരി കുട്ടികളി പ്രണയത്തോടെ എനിക്കൊരു താല്പര്യമില്ല. ഒരു നല്ല ജീവിതം വെച്ച് നീട്ടിയ ഒരാളോട് നീ ഇങ്ങനെയാണ് പെരുമാറിയതെങ്കിൽ നാളെ എന്റെ കാര്യത്തിൽ എന്ത് ശുഭചിയാണുള്ളത്? നിന്നോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. നീ എന്നൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. മനസ്സിലാക്കിയെടുത്തോളം മതി ബാലു. ഇനിയും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വിട്ട് പിടിയളിയാ, കുറെ കാലായി സെറ്റായിക്കൊണ്ടിരിക്കുക. ആകെ കാണാൻ കൊള്ളാവുന്ന ഈ ബാച്ചിൽ ഇവള് മാത്രമേ ഉള്ളൂ. പ്ലീസ്. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇതെന്താ രാവിലെ തന്നെ? ലവ് ലെറ്റർ ആണോ സോഫി? സോഫി, എന്താ ഇത്? എന്റെ രാജികത്താണ് സർ. എന്ത്? എന്തൊക്കെയാ പറയുന്നത്? എന്താ നിന്റെ പ്രശ്നം? സോഫി ഇരിക്കേ. സോറി സർ, എനിക്കിനി തുടരാനാവില്ല. സോഫി, നീ കാര്യം പറ. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല സർ. എന്നോട് വേറൊന്നും ചോദിക്കരുത്. എന്നെ ഇനി അന്വേഷിക്കുകയും ചെയ്യരുത്. ഞാനൊന്ന് ജീവിച്ചോട്ടെ സർ, പ്ലീസ്. ഹലോ സതീഷ് സാറേ, തൃശ്ശൂരിന്ന് മെൽവിനാണ്. നമ്മുടെ പാക്കറ്റ് ഇതുവരെ എത്തിയില്ലാട്ടാ. ഇന്നലെ കൊടുക്കണ്ടായിരുന്നു. വന്നില്ലേ? ഇല്ല, പാർട്ടി വെയിറ്റിംഗാ. പേടിക്കണ്ട, കുറച്ചുപേര് നമ്മുടെ ബിസിനസിന്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും
എന്തായാലും വൈകിട്ടാവുമ്പോൾ എത്തും. ആ എന്നാ പിന്നെ കുഴപ്പമില്ല. സാർ പറഞ്ഞ പിന്നെ ഓക്കെയാണ്. എന്നാ പിന്നെ ഞാൻ കിട്ടിയിട്ട് വിളിക്കാം. ശരി. ആ സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. കാസർഗോഡും പെരുമ്പാവൂരും എത്താനുള്ള പാക്കറ്റ് അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് വിളിച്ചിരുന്നു. തൃശ്ശൂർ എത്തിയിട്ടില്ല. എന്തോ ഒതുക്കൽ നടക്കുന്നുണ്ട് സാർ. ഒന്ന് ഫോളോ ചെയ്ത് അന്വേഷിക്കും സീക്രട്ടായി. ഈ വിവരം നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കണം. ശരി. വേറെ ആരുമായിട്ടും ഡീൽ ചെയ്യണ്ട. ഇല്ല സാർ, ഞാൻ കൈകാര്യം ചെയ്തോളാം. താങ്ക് യു. സമയം കളയാൻ വേണ്ടിട്ട് ഒരു പരിപാടി. ആ സതീഷേ, താനെവിടാടോ? ഞാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ, അല്ലാതെ എവിടാ? എന്നിട്ട് എന്തെങ്കിലും പിടിച്ചോ? അതിന് നമ്മൾ സമ്മതിക്കുവോ? ശശി, ചില പാക്കറ്റ്സ് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. നിങ്ങളുടെ ആൾക്കാർ വല്ലവരും കൈവച്ചിട്ടുണ്ടാവോ? എന്താണ് സതീഷേ ഇത്? നിങ്ങൾ വലിയ ധൈര്യമൊക്കെ പറഞ്ഞിട്ടിപ്പോ എന്തായാലും എന്റെ ടീമിലില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. യുവമാരുടെ അടുത്തൊന്ന് കാര്യങ്ങൾ തോണ്ടിയെടുക്കാൻ വലിയ പാടാ. ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാം. ശരി. ഓക്കെ. ഹലോ സർ. മനസ്സിലായില്ല സർ. ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് തീർക്കാനും എനിക്കറിയാം. ഇത് കാശിനുള്ള ആർത്തിയാണ്. ഞാനൊന്ന് പോയി കണ്ട് ഗാന്ധിയുടെ ഒരു കെട്ട് അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്തായാലും ഞാനതൊന്ന് ഒതുക്കിയിട്ട് വിളിക്കാം. ഓക്കെ. എൻ്റെ സതീഷ്, നിങ്ങൾ പറയണ പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല. നീക്കുപോക്കും വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ ഏറ്റു. പക്ഷെ ചില കേസിൽ നിയമത്തിൻ്റെ ഒരു നൂലാമാലയൊക്കെ ഉണ്ടേ. അങ്ങനെ പറയല്ലേ സാറേ. ഇതിപ്പോൾ അച്ഛൻ പിരിഞ്ഞു വന്നപ്പോൾ കിട്ടിയ PF തുക കൊണ്ട് വാങ്ങിച്ച സ്ഥലമാണേ. പൈതൃക സ്വത്തല്ലാത്തത് കൊണ്ട് അച്ഛന് തന്നെ വേണമെങ്കിൽ പഴയ വിൽപ്പത്രം ക്യാൻസൽ ചെയ്ത് ഇഷ്ടപ്പെട്ട ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതല്ലേ നിയമം. ഞാനാണെങ്കിൽ ആ പേപ്പേഴ്സൊക്കെ ഹാജരാക്കിയിട്ടുമുണ്ട്. ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞ എന്താ ചെയ്യാ സാറേ? സതീഷ് പറയുന്നതൊക്കെ കറക്റ്റാ. പക്ഷേ ആ ചെക്കൻ ഇവിടെ വന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. നിയമാവുമ്പോ ഇന്നും നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ വരും. നാളെ ഒരു കാലത്ത് ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സതീഷേ, അതെന്റെ തലയിലിരിക്കും. എന്തിനാ വെറുതെ ഞാൻ റിസ്ക് എടുക്കുന്നത്? ജീവിച്ചിരിക്കുന്ന മക്കളുടെ NOC ഇല്ലാതെ ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന മക്കളുടെ NOC അല്ലേ? ഹലോ. അതെ, കുടിമരം പൊളിച്ചോണ്ട് ഇന്നേ വരെ ഒരു സമരം ഇവിടെ നിന്നിട്ടില്ല സാറേ. ഞാൻ ഹരിമാഷ്ട മരുമകനാ, കലാകേന്ദ്രത്തില്. ഓ, ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആള്. ആ,
ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ പറഞ്ഞു. ഇമ്മാതിരി സ്ഥലക്കച്ചവടത്തിനൊക്കെ നിൽക്കുമ്പോ ആരാ എന്താന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഒരു ജലാറ്റിൻ കമ്പനി വരാൻ ഞങ്ങൾ സമ്മതിക്കൂല. അതെ, ജലാറ്റിൻ കമ്പനിയോ? ആ ഇന്നലെ പാർട്ടി ഓഫീസിലേക്ക് വന്ന ഏതൊരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയത്. രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതിനു ചുറ്റുമുള്ള മറ്റെല്ലാ സ്ഥലങ്ങളും അവിനാശ് പട്ടേൽ ആൻഡ് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരിലാണ് ഇപ്പോൾ. അവരാണെങ്കിൽ ഇപ്പൊ മറ്റേതോ ജലാറ്റിൻ കമ്പനിക്ക് മറിച്ചു വെക്കാനുള്ള പരിപാടിയാണ്. സത്യത്തിൽ ഇത് വിൽക്കാൻ വെച്ചൊന്നുമല്ല, പിന്നെ നല്ലൊരു തുക പറഞ്ഞുകൊണ്ട് ആലോചിച്ചെന്ന് മാത്രം. ഇതുപോലെ നാടിന് പ്രശ്നമെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹരിമാഷൻ കുടുംബവും കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും പറയും. കിട്ടുന്ന കാശിന്റെ വലിപ്പം കണ്ട് തീരുമാനം എങ്ങനെ മാറിയാൽ എന്റെ സാറേ വിവരം അറിയും. ഇല്ലല്ലോ, ഇത്തരം കമ്പനികൾ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കണ്ട. ഹരിമാഷൻ കുടുംബത്തെ ഞങ്ങൾക്ക് വിശ്വാസം. ഇനിയിപ്പോ അഥവാ വിശ്വാസം തെറ്റിയാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഒരുത്തനും വന്ന് ഇവിടെ ഒരു കോപ്പിലെ കമ്പനി നടത്താൻ പോണില്ല. ശരി. ഇവിടെ ഏത് മറ്റവൻ കൊടി പൊക്കിയാലും എനിക്ക് ഡീല് നടന്നിരിക്കണം. മനസ്സിലായോ? അവനെ പിടിച്ചാൽ മതി. ഇത്തിരി ആവേശം കൂടുതലാണ്, അത് കാശിനോടും ഉണ്ടാവും. യാതൊരു കാരണവശാലും ഇത് പാർട്ടി ഏറ്റെടുക്കരുത്. പിന്നെ ബാലു, രാത്രി ഞാൻ കോട്ടേജിൽ വെയിറ്റ് ചെയ്യും നിന്റെ കോളിന്. ശശി വിളിച്ചിരുന്നു ഉച്ചയ്ക്ക്. സാറിനെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്തേ? ആ ഹിന്ദി പോലീസും പാക്കറ്റ് മിസ്സിംഗ് ആയിട്ട് ഒരു ബന്ധവുമില്ല. ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇതെവിടെ പോയി? ആരാ ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ കയറി കളിക്കാൻ? എന്തായാലും നല്ല പരിചയമുള്ള ആരോ ആണ് അടിവലിക്കുന്നത്. കൂടെയുള്ളവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും ചിണ്ടനും ഏറുമാടത്തിൽ കാണും. ഞങ്ങൾക്കിപ്പോ രാത്രി പകല കുറെ ദിവസമായി ഒരു കാട്ടുപന്നി ഞങ്ങളുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട്. ഇന്നെങ്കിലും അവനെ ഒന്ന് തീർക്കണം. സാറേ, വരുന്ന വഴിക്ക് ഒന്ന് വീട്ടിൽ കയറിയിട്ട് രാവിലെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കോളാം. ഞാൻ രാവിലെ തന്നെ പോവും. ശരി സാർ, വിളിക്കാം. ആ ചിണ്ടാ, വാ പോവാം. ഹലോ ഹലോ. ഹലോ. ആ ശശി, കേൾക്കാമോ? ഇത് കട്ടായി പോകുന്നല്ലോ സതീശേ. എന്ത് ഇത്? എവിടെയായിപ്പോ? ഞാൻ കുറച്ച് ദൂരെയാ, ഇവിടെ റേഞ്ച് കുറച്ച് കുറവാ. ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേക്കാം. ഹലോ പറഞ്ഞോ. എന്തായി ശശി, അന്വേഷിച്ചോ? അന്വേഷിച്ചു. തന്നെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതെ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? സതീഷ് ഇപ്പൊ ഭാര്യ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോ ഞാൻ അങ്ങോട്ട് മാറി. അതായത് ഒരു 2 മാസം അല്ലേ? ഏതാണ്ട് അത്ര തന്നെ. വേറെ ആരൊക്കെയാ അവിടെ താമസിക്കുന്നത്? ഭാര്യയെ കൂടാതെ അവളുടെ അച്ഛനും അനിയനും. ഈ അനിയൻ എത്ര കാലമായി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? അവൻ പഠിച്ചത് പുറത്തെങ്ങാണ്ട. എന്റെ കല്യാണത്തിന്റെ 1 മാസം മുമ്പോ മറ്റോ ആണ് അവൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ശശി, ഇതൊക്കെ വിട്. നിങ്ങൾ ആ പാക്കറ്റ്സിന്റെ കാര്യം പറ. സതീഷേ, അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. പാക്കറ്റ്സോ നിങ്ങളുടെ ഇടപാടോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ഞാനൊന്ന് ചൂഴ്ന്നിറങ്ങി അന്വേഷിച്ചു. ഈ വന്നിരിക്കുന്ന സ്പെഷ്യൽ സ്ക്വാഡും ഷാഡോ വിങ്ങും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പുറകിലേ അല്ല അവരാരും. പിന്നെ ഈ ഷാഡോ വിങ്ങും ആളുകളും ഒക്കെ അവന്റെ പുറകിലാ, നിങ്ങളുടെ അളിയൻ ചെക്കന്റെ പുറകില്. ബാലുവിന്റെ ആ ചെറിയ ചെള്ളു ചെക്കന്റെ പുറകെ. അങ്ങനെ ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല സതീഷേ ഇത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവനത്ര ചെറിയ പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല ടേംസിലാണല്ലോ അല്ലേ? ഇത്രയും ഫോഴ്സ് 3 മാസമായിട്ട് അവനെ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ അവനൊരു കൂടിയേനവാ. പാക്കറ്റ് മിസ്സിംഗുമായിട്ട് ഈ വന്ന പോലീസിന് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കളി അറിയാവുന്ന ഏതോ ഒരുത്തനെ എവിടോ കയറി കളിക്കുന്നുണ്ട്. അതാരാന്നൊന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് നേരി കാണാം. ഓക്കെ, എന്നാ ശരി. ഓക്കെ.
പറഞ്ഞ പ്രായവും ചാവാനത്ര നല്ല പ്രായമൊന്നുമല്ല. ജീവിതത്തിലെ ഓരോ ചവിട്ടുപടിയും പൊളിഞ്ഞു വീഴുമ്പോ പേടി തോന്നുന്നതിനോടെയാ. നിങ്ങൾക്ക് എന്നെയോ എൻ്റെ കുടുംബത്തെയോ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. തൊട്ടാ കാണുന്നതോ അറിഞ്ഞതോ ഒന്നുമല്ല ഈ ബാലു. കേട്ടോടാ, നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് നടക്കും. അത് എന്താ ഏതാണെന്നൊന്നും കേൾക്കാനോ പറയാനോ നിൽക്കാതെ അനുസരിക്കുക. കേട്ടോടാ അളിയാ. ഇനി എന്നെ കൊല്ലം പിള്ളേരെ വിടാൻ നിൽക്കണ്ട. അവർക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അളിയാ, ഗുഡ് നൈറ്റ്.